ഹായ് ഹലോ ടിക്കൽ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു വൈകുന്നേരം 5 മണിയപ്പോൾ തന്നെ എനിക്ക് വിശപ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ വൈകുന്നേരം ഞാൻ ഉമ്മേനെ അടുക്കളയിൽ നിന്ന് പുറത്താക്കിയിട്ട് ഞാൻ അടുക്കള കയ്യേറി വേറൊന്നും അല്ല, ഞാൻ ഫ്രിഡ്ജിൽ വെള്ളം കുടിക്കാൻ കയറുമ്പോൾ 2 കപ്പ് മരിച്ചിനി ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അതങ്ങ് എടുത്ത് വെട്ടിമുറിച്ച് പീസാക്കി അവിച്ച മുളക് ചമ്മന്തി, കപ്പിയും മുളക് ചമ്മന്തി എന്ന് പറയുന്ന രീതിയിൽ തിന്നാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അരിഞ്ഞ് ഇതേ തൊലിയിലൂടെ മരിച്ചിനിയും കൂടി പോയിട്ടുണ്ട്. കാരണം എനിക്ക് പിച്ചത്ത് എങ്ങനെ പിടിക്കണമെന്ന് പോലും എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. എന്ത് ചെയ്യാൻ, കൊഞ്ചിച്ച് ലാളിച്ച് വഷളാക്കി. ഇതേ കണ്ടോ, എല്ലും തൊലുവായിപ്പോയി മരച്ചിനി. എങ്ങനെ ഇരുന്ന മരച്ചിനിയാ. നമുക്കിനി ഇത് കഴുകാം. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് കഴുകി എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറക്കാതെ ഇടേണ്ട ഒരു സാധനം ഞാൻ തന്നെ മറന്നു. ഇനി നിങ്ങൾ മറക്കാതെ ഈ ഒരു സാധനം ഇടും. ഇതിൻ്റെ പേരെന്തിന് എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് ഇതിങ്ങനെയൊന്നും കെട്ടാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വലിച്ച് നെടുക്കി ഫ്രണ്ടിൽ വെച്ച് കെട്ടിയങ്ങ് വെക്കണം. നല്ല മിടിക്കാട്ടോ, ഇതുപോലെ അഴിയാതെ അവസാനം വരെ ഇരുന്നു. അതിന് ശേഷം ഉമ്മ വന്നത് ഇതൊക്കെ അതിൻ്റെ ഇടയിൽ അതൊക്കെ എനിക്ക് ദേഷ്യം വരുന്നു. എനിക്ക് അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അവിടെ അടുക്കളയ്ക്കകത്ത് നിന്ന്. എൻ്റെ എല്ലാം വെട്ടിമുറിച്ച് പീസാക്കി ഇത് മരിച്ചിന് തുണ്ടയിട്ടു. അതേ എല്ലാം നമ്മൾ മരിച്ചിന് തുണ്ടക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെയൊക്കെ വൃത്തിയാക്കാം. ഈ ക്യാമറയിൽ കാണില്ലേ, ഈ സ്ഥലം മാത്രമേ വൃത്തിയാക്കിയിട്ടുള്ളൂ. ബാക്കി എല്ലാം രാത്രി കിടക്കണതിന് മുമ്പാണ് പോയി വൃത്തിയാക്കിയത്. കാരണം തിന്നതല്ലേ, കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണം. റെസ്റ്റ് ഒരു 2-3 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഞാൻ. അതായത് രാത്രി കിടക്കാൻ പോയത് 9 മണിക്ക്, അതിന് മുമ്പ് 8 മണിക്ക്. അപ്പോൾ നമ്മൾ മരിച്ചിനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചരുവത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഉമ്മയാണ് എടുത്ത് തന്നത് കേട്ടോ ആവശ്യത്തിന്. അല്ലെങ്കിൽ അതും കൂടി തിന്നാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഉപ്പ് എനിക്ക് ഉപ്പിടാൻ അറിയത്തില്ല കേട്ടോ. ഉപ്പ് എടുത്തു തന്നു, ഞാൻ അത് ഇട്ടു. നമുക്ക് ഗ്യാസൊക്കെ കത്തിച്ച് അതിൻ്റെ മണ്ടയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ നിന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മുളക് ചമ്മന്തി ഉണ്ടാക്കാം. അതിനാവശ്യം ഞാൻ കുറച്ച് ഉള്ളി എടുത്തു. അതുപോലെ ഞാൻ വീട്ടിൽ ചെന്നെടുത്തു. ഇത് ഉമ്മ തൊലിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കൊണ്ട് ബാക്കി വെക്കുകയും ചെയ്തു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ കൊണ്ട് നമ്മൾ മരിച്ച് തിളയ്ക്കുക, അങ്ങ് തിളക്കട്ടെ. അപ്പോൾ അധികം കൂട്ടിക്കഴിക്കാൻ മുളക് ചമ്മന്തി വേണ്ടേ. പച്ചമുളക്, കൊച്ചുള്ളി എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാർ എടുത്തതിന് ശേഷം അതിൽ നമുക്ക് തൊലി കളഞ്ഞ് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. അത് പിന്നെ അതിലോട്ട് നമ്മൾ നട്ടിളക്കി 2ആയിട്ട് മുറിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരി ആവശ്യമുള്ളവർക്ക് ഇത്ര ഇടാം, അല്ലെങ്കിൽ കുറച്ചിട്ടത്. നമുക്ക് ഇവിടെ എല്ലാവർക്കും നല്ല എരി ആവശ്യമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അത്ര ഇട്ടത്. പിന്നെ അതാ ഇത്രയും വലിയ പുളിപ്പാട്ട് ഇത്ര പുളി മാത്രം എടുത്താൽ മതി. അതിനുശേഷം അടച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കണം. അവിടെ ഫിറ്റായില്ല, അവിടെ ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ അവസാനം ഞാൻ ലൈറ്റ് കത്തിച്ചു. അതിനുശേഷം നമുക്ക് വെച്ച് അടിച്ചങ്ങോട്ട് എടുക്കാം. ഈ അടിക്കുന്നതിനാണ് എന്തൊക്കെ തെറിച്ചൊക്കെ പോകണുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടായിരുന്നോ? എന്നാൽ ബാക്ക് അടിച്ചൊന്നുകൂടി കണ്ടേ. എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാലേ ഞാൻ തുറന്നപ്പം എൻ്റെ പൊന്നോ, എരി വന്ന് അങ്ങ് മുഖത്തടിച്ചു. ഞാൻ ജസ്റ്റ് മണത്ത് നോക്കിയതേ ഉള്ളൂ. ഏത് ചേട്ടൻ എനിക്കല്ല. പിന്നെ ഞാൻ തുറന്നപ്പോൾ ഒരു സാധനം കണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അകത്ത് ഞാൻ കണ്ടത് ആപ്പടി പൂരം പൊളി കിട്ടുള്ളൂ. ആ പൊളി കുരുവായിരുന്നു. ഞാൻ അതിനെയും വാരി കളഞ്ഞു. അല്ലെങ്കിൽ ഇനി അതും ഇട്ട് ഒന്നും കൂടി അടിക്കുകയാണെങ്കിൽ മിക്സിയുടെ കാര്യത്തിനൊരു തീരുമാനം. അതുകൊണ്ട് ഞാൻ ഇനി അടിച്ചില്ല. അതിന് ഇത് നമുക്കൊരു കുഞ്ഞ് പാത്രത്തിലോട്ട്, ഞാൻ ചുവന്ന പാത്രത്തിലാണ് നമ്മൾ മുളക് ചമ്മന്തി മാറ്റിയിട്ടുള്ളത്. നമുക്ക് അതിലോട്ട് വാരിയിടാം. എനിക്ക് കണ്ണൊക്കെ എരിയണം കേട്ടോ. കാരണം അത് നല്ല എരി ഉണ്ടെന്ന് തോന്നണം. പക്ഷെ മണം അടിച്ചപ്പോഴത്തേക്കും കണ്ണൊക്കെ കയറി എരിഞ്ഞ്. അയ്യോ, ആ തുണിയിൽ മുളയില്ലാത്ത ഭാഗ്യം, അല്ലെങ്കിൽ കണ്ണും കൂടി എരിഞ്ഞിരുന്നേനെ. എന്ത് പറയാൻ. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പിടണം. അപ്പോൾ അതാ ഉപ്പുപാട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും ഉപ്പ് ആരും ഇടല്ലേ, കുറച്ച് ഉപ്പ് ഇടാവും. എനിക്കറിയാം, എനിക്ക് ഉപ്പിടാൻ അറിയാത്തത് പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഉപ്പിടാൻ. അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞത് ഉപ്പിടാൻ മറക്കല്ലേ എന്ന്. ഞാൻ മറ്റേ ഉപ്പിട്ടില്ല, മറന്നേ. അതാണ് ഞാൻ ഇതിൽ ഉപ്പിട്ടത്. അതുകൊണ്ട് നിങ്ങൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഉപ്പിടാം. എനിക്ക് ഉപ്പിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത് ടേസ്റ്റ് കാണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വെളിച്ചെണ്ണ വീഴ്ത്താതെ കേട്ടോ. ഓക്കെ, പക്ഷെ വെളിച്ചെണ്ണ വീഴ്ത്തി ഒരു ദിവസം വീഴ്ത്തി നോക്കണം. ഇതിൽ ഞാൻ വീട്ടിലേക്കാണ്. ഇനി ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പരാതി കേൾക്കണ്ട. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കൈ കഴുകണം. അപ്പോൾ കൈ കഴുകാം. ഇനി നമുക്കിതാ നമ്മുടെ പ്ലേറ്റിൽ കപ്പ എടുത്തിട്ടുണ്ട്, മരിച്ചിനെ എടുത്തിട്ടുണ്ട്, മുളക് ചമ്മന്തി എടുത്തിട്ടുണ്ട്. നമുക്കിത് രണ്ടും കൂട്ടി കുഴിച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.